നമസ്കാരം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക സംഘർഷം 16-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധഭൂമിയിൽ പുതിയൊരു ശക്തിയായി ഇറാന്റെ സജിൽ മിസൈലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇത് ആദ്യമായാണ് അത്യാധുനികമായ ഈ ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ പ്രയോഗിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV പുറത്തുവിട്ട ഈ വിവരം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള ദ്രാവക ഇന്ധന മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി സജിലിൻ്റെ കടന്നുവരവ് യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുവാൻ ശേഷിയുള്ളതാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച മുന്നേറ്റത്തിൻ്റെ പ്രതീകമായാണ് ഈ മിസൈൽ വിലയിരുത്തപ്പെടുന്നത്. സജിൽ മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവ ഉപയോഗിക്കുന്ന ഖര ഇന്ധനമാണ്. പഴയ തലമുറയിലെ ഷഹാബ് മിസൈലുകൾ ദ്രാവക ഇന്ധനമാണ് ഉപയോഗിച്ചിരുന്നത്. ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് മാത്രമേ ഇന്ധനം നിറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് വിക്ഷേപണത്തിന് കൂടുതൽ സമയമെടുക്കുവാനും ശത്രുക്കളുടെ റഡാറുകളിൽ പെടാനും കാരണമാകും. എന്നാൽ സജിൽ മിസൈലുകളിൽ ഖര ഇന്ധനം മുൻകൂട്ടി നിറച്ചു വയ്ക്കാമെന്നതിനാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവ വിക്ഷേപിക്കുവാൻ സാധിക്കുമെന്നത് ഇറാന് വലിയ തന്ത്രപരമായ മേൽക്കൈ നൽകുന്നു. ഇത് ശത്രുരാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതികരിക്കുവാൻ സമയം നൽകാതെ പെട്ടെന്നുള്ള ആക്രമണം സാധ്യമാക്കുന്നു. ഏകദേശം 18 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവുമുള്ള ഈ മിസൈലിന് 23,600 കിലോഗ്രാം ഭാരമുണ്ട്. യുദ്ധതന്ത്രങ്ങളിൽ സജിൽ മിസൈലിനെ ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ ഡാൻസിംഗ് മിസൈൽ എന്ന വിളിപ്പേരാണ്. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന പാളുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പാത മാറ്റാനുള്ള അസാമാന്യമായ കഴിവ് ഇതിനുണ്ട്. ഇസ്രയേലിൻ്റെ ലോകപ്രശസ്തമായ അയൺ ഡോം, ആരോ തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു കടക്കുവാൻ ഈ മിസൈലിന് സാധിക്കുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലിന് 700 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാൻ ശേഷിയുണ്ട്. അതായത് ഇറാന്റെ മണ്ണിൽ നിന്ന് തൊടുത്താൽ ഇസ്രയേലിലെ ഏത് ലക്ഷ്യസ്ഥാനവും തകർക്കുവാൻ സജിലിന് സാധിക്കും. GPS, ഇനേർഷ്യൽ നാവിഗേഷൻ എന്നിവ സംയോജിപ്പിച്ച ഇരട്ട ഗൈഡൻസ് സംവിധാനം ഇതിന് കൃത്യമായ ലക്ഷ്യഭേദനം ഉറപ്പാക്കുന്നു. എങ്കിലും ഇറാന്റെ ഈ സൈനിക നീക്കത്തെ നിശിതമായി വിമർശിക്കുന്നവരും കുറവല്ല. സജിൽ മിസൈലുകൾ യുദ്ധക്കളത്തിൽ ഇറക്കിയത് ഇറാന്റെ ശക്തിയേക്കാൾ ഉപരി അവരുടെ തന്ത്രപരമായ നിസ്സഹായാവസ്ഥയായാണ് സൂചിപ്പിക്കുന്നത് എന്ന് പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ നിലയിലുള്ള സൈനിക നീക്കങ്ങളിലൂടെയോ നയതന്ത്രത്തിലൂടെയോ ഇസ്രയേലിനെ പ്രതിരോധിക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരം മാരകായുധങ്ങൾ പുറത്തെടുക്കുന്നത് ഇറാൻ ഭരണകൂടം നേരിടുന്ന സമ്മർദ്ദത്തിൻ്റെ ലക്ഷണമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തങ്ങളുടെ അവസാന ആയുധമെന്ന നിലയിൽ മിസൈലുകളെ ആശ്രയിക്കുന്നത് മേഖലയിൽ കൂടുതൽ നാശത്തിന് മാത്രമേ കാരണമാകൂ. ഇത്തരം നീക്കങ്ങൾ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയും പശ്ചിമേഷ്യയെ ഒരു സമ്പൂർണ്ണ വിനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. സജിൽ മിസൈലുകളുടെ കടന്നുവരവ് യുദ്ധത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. ദ്രുതഗതിയിലുള്ള വിക്ഷേപണവും പ്രതിരോധങ്ങളെ വെട്ടിക്കാനുള്ള കഴിവും ഇസ്രയേലിൻ്റെ നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും നിരന്തരമായ ഭീഷണിയിലാക്കുന്നു. ഇത് ഇസ്രയേലിനെ കൂടുതൽ ശക്തമായ തിരിച്ചടികൾക്ക് പ്രേരിപ്പിച്ചേക്കാം. ഇറാന്റെ അത്യാധുനികമായ സജിൽ 3 പരീക്ഷണം പോലെയുള്ള നീക്കങ്ങൾ ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. ആധുനിക യുദ്ധമുറകളിൽ മിസൈൽ സാങ്കേതിക വിദ്യ എത്രത്തോളം മാരകമാണെന്ന് സജിലിൻ്റെ വിന്യാസം തെളിയിക്കുമ്പോഴും അത് മാനവരാശിക്കും ലോകസമാധാനത്തിനും ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.